ഹലോ ഓൾ, എല്ലാവർക്കും പൾപ്പിറ്റിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിയർ 1 ഇയർ ആകുന്നു. നമ്മൾ ലോങ് ടേം ബാച്ചസ് കഴിഞ്ഞ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വളരെ സ്വീകാര്യതയാണ് ആദ്യം തൊട്ടേ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സുമായിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവും ഒക്കെ ആയിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ആദ്യ മാസം തൊട്ട് തന്നെ കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മൾ കേരളത്തിലെ എല്ലാ റീസേർച്ച് സെൻറ്റേഴ്സിലും അതുപോലെ തന്നെ കോളേജസിലും ഇൻറ്റിമേറ്റ് ചെയ്യിച്ചിട്ട് ഒരു വലിയ ക്രൗഡിൻ്റെ ഇടയിൽ നടത്തിയ ഒരു പരീക്ഷയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 12 കഴിഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ. ദ ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന നമ്മുടെ സിലബസിൽ തന്നെ ഒരു ഒറ്റ വർക്കിൽ നിന്ന് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം, അതായത് ഈ പരീക്ഷ എഴുതാൻ ഒറ്റ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ PhD ഹോൾഡർ ആയിരിക്കണം. അപ്പോൾ പോസ്റ്റ് ഡോഗ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഒരു നിയർലി 300+ അതിന് അടുപ്പിച്ചുള്ള സ്റ്റുഡൻസ് ആണിത് എഴുതി നോക്കിയത്. അതിൽ പല ആൻസേഴ്സും നമ്മളെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന അനലിറ്റിക്കലായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് റാങ്കിലേക്ക് വന്നിരിക്കുന്നതാണ് ഫാത്തിമ. കൺഗ്രാജുലേഷൻസ് ഫാത്തിമ. സോ ഫാത്തിമയ്ക്ക് നമ്മുടെ പൾപ്പിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ലോങ് ടേം ബാച്ചാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ചോദിച്ചു വരാറ്. പൊതുവെ റീസെർച്ച് സ്കോളേഴ്സൊക്കെ ഒന്നിച്ച് വന്ന് അഡ്മിഷൻ എടുക്കുന്ന ലോങ് ടേമിൻ്റെ 5th ബാച്ചിലേക്ക് ഫാത്തിമയ്ക്ക് നേരിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി, വളരെ പ്രതീക്ഷയോടുകൂടി, ബിക്കോസ് ഈ റിസൾട്ട് നമുക്ക് അവിടെയും ആവർത്തിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ നമ്മുടെ കോഴ്സ് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അതിനോടൊപ്പം പൾപ്പിറ്റിൻ്റെ ചെറിയൊരു സ്നേഹ സമ്മാനം കൂടിയുണ്ട്. പിന്നീട് നമ്മുടെ ഒരു ക്യാഷ് പ്രൈസും ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഫാത്തിമ നസ്രിൻ ആരാണെന്നും എന്താണെന്നും പരിചയപ്പെടാം. ആകെ ഒറ്റ കോളാണ് ഞാൻ ഫാത്തിമയ്ക്ക് ചെയ്തത്. നമ്മുടെ ഇൻവിറ്റേഷനും കൺഗ്രാജുലേഷൻസും ഒക്കെ ചേർത്തൊരു മിക്സഡ് ഇമോഷനിലെ കോളായിരുന്നു. സോ നമ്മുടെ മഹാരാജാസ് കോളേജിലെ ആണ് PG ചെയ്തത് അല്ലേ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ഫാത്തിമ? ഹലോ ഓൾ, എൻ്റെ പേര് ഫാത്തിമ നസ്രിൻ. ഞാൻ പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ BA ഇംഗ്ലീഷ് ചെയ്തത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ്. പിന്നീട് PG ചെയ്തത് മഹാരാജാസ് കോളേജ് എറണാകുളം. PG പഠിക്കുമ്പോൾ തന്നെ UGC നെറ്റ് ക്വാളിഫൈഡ് ആയി അസിസ്റ്റന്റ് പ്രൊഫസറിന്. ഇപ്പോൾ കറന്റ് BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സെം എക്സാം ജസ്റ്റ് കഴിഞ്ഞു. ആൻഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നമ്മുടെ ഫാത്തിമ BEd ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് വളരെ കൗതുകം ഉണ്ടാക്കിയൊരു കാര്യമാണ്. എന്തുകൊണ്ട് നമുക്ക് ഡിസ്റ്റന്റ് ചെയ്യുന്നവരെല്ലാം അക്കാഡമിക്കലി പിന്നിലോട്ടെന്നല്ല, മറ്റെന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ പലപ്പോഴും അവർക്ക് ഉണ്ടാവാറുണ്ട്. എന്തായിരുന്നു ഫാത്തിമ BEd ഡിസ്റ്റന്റ് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം? ആക്ച്വലി എനിക്ക് ചെറുപ്പം തൊട്ടേ സിവിൽ സർവീസസിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ IAS ആവണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മുടെ കരിയറും സെക്യൂർഡ് ആക്കണം. അപ്പം സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ഓൾവേസ് അക്കാഡമിക്സ് ടീച്ചിങ് ആയിരിക്കും. അപ്പം പിന്നെ നോട്ട് ലൈക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്നല്ല, എനിക്കിങ്ങനെ രണ്ടിനോടും താല്പര്യമുണ്ട്. അതെ, പ്ലാൻ ബി. അപ്പൊ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഐ വിൽ കം ബാക്ക് ടു അക്കാഡമിക്സ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിൽ PG കഴിഞ്ഞതിന് ശേഷം നെറ്റ് ക്വാളിഫൈഡ് ആയപ്പോൾ ഓക്കെ, ഇപ്പൊ MA ആയി നെറ്റ് ആയി എന്നുള്ളൊരു ഇതിൽ ഞാൻ UPSCന്റെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു 1 വർഷം. അപ്പോൾ അന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഫുൾ പൊട്ടൻഷ്യൽ കൊടുത്ത് പ്രിപ്പറേഷൻ നടത്താൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം കോച്ചിങ്, ബട്ട് ഇയർ പോവരുത്, നമ്മുടെ വെറുതെ സമയം പോവണ്ട. അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൂടെ ആവാന്ന് വിചാരിച്ചിട്ടാണ് BEd ജോയിൻ ചെയ്തത്. അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഇതിൽ നമ്മുടെ പല അധ്യാപകരും ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിനൊക്കെ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അവരുടെയും പ്ലാൻ B ആണ് ടീച്ചിങ് എന്നുള്ളത്. ഓപ്ഷനിൽ എന്തായിരുന്നു സിവിലിന്റെ? ഓപ്ഷണൽ ആന്ത്രോപോളജി. ഓക്കെ, സോ ആ ഒരു ഡിസ്ക്രിപ്റ്റീവിന്റെ നീറ്റ്നെസ് പേപ്പറിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഫാത്തിമയുടെ കുടുംബം? എൻ്റെ വീട്ടില് ഉപ്പ, ഉമ്മ, ഞാൻ. അവിടെ ഉപ്പ വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഉമ്മ ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ കുറച്ച് രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉള്ളൊരു. ഏത് പാർട്ടിയാണ്? ലെഫ്റ്റ് ആണ്. ഓക്കെ, CPM ആണ് അല്ലേ? സോ അതൊക്കെയാണ് ബേസിക്കലി ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ പഠന കാലഘട്ടത്തിൽ ഇപ്പം ലിറ്ററേച്ചറിനോടൊരു പാഷൻ ഉണ്ടാകും. ബിക്കോസ് നമ്മൾ കണ്ട പേപ്പറുകളിൽ ഈവൻ ദോ നമുക്ക് ഒത്തിരി പേപ്പേഴ്സ് റിസീവ് ചെയ്തെങ്കിലും ഞാനത് ആൻസർ ഡിസ്കഷൻ അല്ലെങ്കിൽ റാങ്ക് റിസൾട്ട് അനൗൺസിങ്ങിൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, കൂടുതൽ പേപ്പേഴ്സ് AI ജനറേറ്റഡ് ആയിരുന്നു. AI മീൻസ് അസച്ച് കോപ്പി എന്നല്ല,
ബിക്കോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിൽ അനലിറ്റിക്കൽ പേപ്പേഴ്സ് കുറേ ഉണ്ടായിരുന്നു. അതിൽ തന്നെ പരീക്ഷ എഴുതി എല്ലാവരോടുമാണ് നമ്മുടെ ഫീഡ്ബാക്ക് കോൾസ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, അതായത് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച്, പിന്നെ അനലിറ്റിക്കൽ ആയിട്ട് ഒബ്സർവേഷനൊക്കെ എഴുതിയവർക്കെല്ലാം തന്നെ നമ്മുടെ ഫീഡ്ബാക്ക് കോൾ വരും. കുറച്ച് താമസിച്ചാണെങ്കിലും വരും. ഓക്കെ, സോ അതിൽ നമുക്ക് ഫാത്തിമയുടെ ആൻസേഴ്സിൽ 1-2 ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് ലിറ്ററേച്ചറിനോട് ശരിക്കും ഇഷ്ടമുള്ള ഒരാൾ എഴുതുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ലൈക്ക് ഇംഗ്ലീഷിനോടും ഒപ്പം ലോക സാഹിത്യത്തോടും ഒക്കെ ഉള്ളൊരു നമ്മൾ അത്രമാത്രം ഫാസിനേഷൻ വരുന്ന 1-2 കുഞ്ഞു മൈക്രോ പോയിന്റ്സ് ഒക്കെ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കുട്ടിക്കാലം തൊട്ടേ വായിക്കുമായിരുന്നു? വായിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ വീട്ടില് ഫാദർ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടില് പണ്ട് തൊട്ടേ 4 പത്രമൊക്കെ വരുമായിരുന്നു. അപ്പൊ ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. ഒരുപാട് ബുക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പം എനിക്കും നമ്മളിപ്പോ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ബുക്ക് സ്റ്റോളിൽ പോകുമ്പോൾ ചെറുപ്പം തൊട്ടേ സ്റ്റോറി ബുക്സ് ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പൊ അത് വായിക്കും. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറി പോയിട്ട് അപ്പൊ അവിടെ ടീച്ചേഴ്സ് ബുക്ക് ചാലഞ്ച് ഒക്കെ വെച്ചിരുന്നു, ഏറ്റവും കൂടുതൽ ബുക്ക് വായിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയതാണ്. പിന്നെ സ്റ്റഡീസിന്റെ കുറച്ച് തിരക്കിൽപ്പെട്ട് നമ്മൾ 10th പ്ലസ് 2 ഒക്കെ ആയപ്പോൾ ബോർഡ് എക്സാംസ് വന്നപ്പോ ഒന്ന് പുറകോട്ട് പോയതാണ്. അപ്പൊ പിന്നെ വായനയോടുള്ളൊരു ഇഷ്ടം, പിന്നെ ഓൾവേസ് എനിക്ക് ഈ ഹ്യൂമൻ ഇമോഷൻസ് അങ്ങനത്തെ കാര്യങ്ങളോട് കുറച്ചുകൂടെ താല്പര്യം. അപ്പൊ നമ്മൾ ഈ സയൻസ് വളരെയധികം കൂടുന്ന ഒരു ലോകത്ത് ഇങ്ങനെ മെക്കാനിക്കലായി വരുന്ന സമയത്ത് നമ്മൾ ഐ ഫീൽ ലൈക്ക് ലിറ്ററേച്ചർ ആണ് കുറച്ചുകൂടെ മനുഷ്യനോട് അടുപ്പിക്കുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമ്മൾ 2-3 പേര് ഇങ്ങനെ മാറി മാറി വായിക്കുന്നുണ്ടായിരുന്നു. എനിവേ കൺഗ്രാജുലേഷൻസ്. പിന്നീട് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം എങ്ങനെ ഇപ്പോഴത്തെ ഒരു കോളേജുകളിലെ അന്തരീക്ഷം അറിയാലോ, അതായത് 4 ഇയർ ആവുന്നു, ഡിഗ്രി 4 ഇയർ ആവുന്നു, പിന്നെ കുറേ ഫോർമുലേഷൻസ് വരുന്നുണ്ട്. അപ്പം സിവിൽ സർവീസിൻ്റെ ഒരു ആസ്പിറൻ്റ് കൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആക്ച്വലി ടീച്ചിങ്ങിൽ ഏതാണ്, BEd ചെയ്യുന്നുണ്ട്, ടീച്ചിങ്ങിൽ ഏതാണ് ഇഷ്ടപ്പെട്ട? കോളേജിലേക്ക് കിട്ടുവാണെങ്കിൽ അതിനോട് തന്നെയാണ് താല്പര്യം. കാരണം ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ക്യാമ്പസ് ലൈഫ് ആണെന്ന് പറയാം. ടീച്ചേഴ്സുമായിട്ടും ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അപ്പോ കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി ടീച്ചിങ്ങിൽ തന്നെ അത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു റെസ്പെക്ട്ഫുൾ ആയ പൊസിഷൻ ആണല്ലോ. പക്ഷേ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് മറ്റു ഓപ്ഷനിലോട്ടും ഓപ്പൺ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. ബിക്കോസ് ഡിസംബറിലാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നത്. നമ്മുടെ അടുത്ത് മാത്രമല്ല, തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ എൻ്റെ വ്യൂവർഷിപ്പ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം 3.4K അല്ലെങ്കിൽ 3K 4K ഒക്കെ വ്യൂസ് പോകുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ തന്നെ വീഡിയോസ്. അപ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി പുറത്തുണ്ട്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഈ ഡിസ്ക്രിപ്റ്റീവിൽ വളരെ ഏറ്റവും സത്യം പറഞ്ഞാൽ ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമെങ്കിൽ നമ്മളത് എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഫാത്തിമയ്ക്ക് ഇപ്പോൾ ഒരു സ്കില്ലുണ്ട്. അത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം ബ്ലൂ സ്റ്റൈൽ പെക്കോളയെ പറ്റിയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്, മൾട്ടിപ്പിൾ നറേഷനെ പറ്റിയൊക്കെ. അപ്പം ടോണി മോറിസന്റെ ദ ബ്ലൂ സ്റ്റൈ എങ്ങനെ, ബിക്കോസ് എന്തായാലും അത് വായിച്ചിട്ട് തന്നെ ആയിരിക്കണം പരീക്ഷ എഴുതിയത്, എങ്ങനെ നോക്കി കാണുന്നു ആ ഒരു ബുക്കിനെ? ഐ തിങ്ക് ലൈക്ക് അതിൽ മെയിനായിട്ട് റേസിസത്തിൻ്റെയും നമ്മുടെ ഓപ്പറേഷൻ്റെ ഒക്കെ തീംസ് പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഈവൻ തോ അത്ര പഴയ കാലത്ത് ആ സമയത്ത് എഴുതിയ ഒരു ബ്ലാക്സിന്റെ മൂവ്മെന്റിന്റെ സമയത്ത് എഴുതിയ ഒരു ബുക്ക് ആണെങ്കിൽ പോലും സ്റ്റിൽ ഐ തിങ്ക് റെലവൻസ് ഒത്തിരി ഉണ്ട്. ബിക്കോസ് ത്രൂ ഔട്ട് ദ വേൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ, റേസിന്റെ പേരിൽ, കാസ്റ്റിന്റെ പേരിൽ ഇപ്പോഴും അട്രോസിറ്റീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് നമുക്ക് ഇപ്പോഴും വായിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കായിട്ട് തോന്നുന്നു. അതെ, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ഒക്കെ പറഞ്ഞ് നമുക്കത് എങ്ങനെ ഇമോഷണലി ഫീൽ ചെയ്യും എന്നുള്ളത് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ്. ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളുമായിട്ടാണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസ് വരുന്നത് തന്നെ. അതായത് ശരിക്കും നമുക്ക് പേടിച്ച് പഠിക്കുകയല്ല, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ആഴ്ത്തി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ സിലബസ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാത്തിമയ്ക്ക് ഇന്ന് തൊട്ട് ഓപ്പൺ ആവുന്ന നമ്മുടെ കോഴ്സും നമ്മൾ അങ്ങനെ തന്നെ ക്രാഫ്റ്റ് ചെയ്തൊരു കോഴ്സാണ്. ഡിസ്ക്രിപ്റ്റീവ് മെന്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ വരുന്ന കോഴ്സാണ്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൺസ് അഗൈൻ ഫാത്തിമ, വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം സിവിൽ സർവീസ് എന്ന് പറയുന്ന ആഗ്രഹം പൂർണ്ണമായിട്ടും സാധ്യമാകട്ടെ എന്നും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.